ദിവ്യകാരുണ്യ ഈശോയിലും പരിശുദ്ധ അമ്മ മാതാവിലും ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ ധന്യനാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ആവേ മരിയ. ഈശോയിൽ പ്രിയരെ, ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അത്ഭുത വിടുതൽ വചനം നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ കൃഷിയിടങ്ങൾ, നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങൾ, നമ്മുടെ ജോലി മേഖലകൾ, നമ്മുടെ തൊഴിലിടങ്ങൾ, ഇവിടെയെല്ലാം പ്രവർത്തിക്കുന്ന നമ്മൾ നിരന്തരം വേട്ടയാടുന്ന അന്തരീക്ഷത്തിലുള്ള ദുഷ്ടാരൂപിയെ ബന്ധിക്കുന്ന ഒരു അത്ഭുത വിടുതൽ വചനമാണ്. മാത്രമല്ല, നമ്മുടെ ഭവനങ്ങളിൽ അനുസരണക്കേടിന്റെ അരൂപികൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ മക്കളാവാം, ജീവിത പങ്കാളിയാവാം, ആരിലെല്ലാം ഈ അനുസരണക്കേടിന്റെ അരൂപി പ്രവർത്തിക്കുന്നുണ്ടോ, അതിൽ നിന്ന് നിങ്ങൾ വിടുതൽ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അതിലെ ആ അനുസരണക്കേടിന്റെ അരൂപിയെയും കൂടി ബന്ധിക്കുന്ന ഒരു ശക്തമായ വചനമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. വിശുദ്ധ പൗലോസ് എഫേസ്യോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യം: അന്ന് ഈ ലോകത്തിന്റെ ഗതി പിന്തുടർന്നും അനുസരണക്കേടിന്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തിയുടെ അധീക്ഷനുസരിച്ചുമാണ് നിങ്ങൾ നടന്നിരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആവേ മരിയ. ഈശോയിൽ പ്രിയരെ, ഈ വചനം നമുക്ക് നിരന്തരം ഉരുവിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ പറമ്പുകളിലും നമ്മുടെ അന്തരീക്ഷത്തിലും ആയിരുന്നു കൊണ്ട് നമുക്കെതിരെ രോഗങ്ങളും തകർച്ചകളും ദുരിതങ്ങളും കൊണ്ടുവരുന്ന അന്തരീക്ഷത്തിൽ പറയുന്ന ദുഷ്ടാരൂപികൾ, നമ്മുടെ ബിസിനസ്സിനെ തകർക്കുന്ന അന്തരീക്ഷത്തിൽ പറയുന്ന ദുഷ്ടാരൂപികൾ, നമ്മുടെ കൃഷിയിടങ്ങളെ, നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളെയെല്ലാം നമ്മളെ നെഗറ്റീവായിട്ട് എപ്പോഴും വേട്ടയാടുന്ന ഈ അന്തരീക്ഷത്തിലെ ദുഷ്ടാരൂപികളെ ബന്ധിക്കുന്ന ശക്തമായൊരു വചനമാണ് ഇപ്പം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവച്ചത്. അതോടൊപ്പം തന്നെ എവിടെയെല്ലാം നിങ്ങൾക്ക് അനുസരണക്കേടിൻ്റെ അരൂപിയുടെ സ്വാധീനം അനുഭവപ്പെടുന്നു, അവിടെയെല്ലാം ഈ വചനം ശക്തമായിട്ട് ഉരുവിട്ട് പ്രാർത്ഥിച്ചാൽ അനുസരണക്കേടിൻ്റെ അരൂപികളും ബന്ധിച്ച് നിർവീര്യമാക്കപ്പെടും. അതോടൊപ്പം തന്നെ അന്തരീക്ഷത്തിലുള്ള അരൂപി, ഞാൻ ഈ പറഞ്ഞ നമ്മുടെ മേഖലകളെല്ലാം തകർക്കുന്ന, ഭവനത്തിലെ സമാധാനം കൊണ്ടിരുന്ന, കലഹം കൊണ്ടിരുന്ന, ഭിന്നിപ്പുകൊണ്ടിരുന്ന, എപ്പോഴും നിരന്തര രോഗം കൊണ്ടിരുന്ന അന്തരീക്ഷത്തിലെ അരൂപി, അത് ഏത് സ്ഥലത്താണെങ്കിൽ പോലും ഈ വചനം നിരന്തരമായിട്ട് നമ്മൾ ഉരുവിട്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ഈ വചനത്തിന്റെ ശക്തിയിൽ അരൂപി ബന്ധിക്കപ്പെടും, ബഹിഷ്കരിക്കപ്പെടും, നിർവീര്യമാക്കപ്പെടും. പക്ഷെ പ്രിയമുള്ളവരെ, വിശ്വാസത്തോടെ, എളിമയോടെ, സ്നേഹത്തോടെ നമുക്ക് ഈ വചനം നിരന്തരം ഉരുവിട്ട് പ്രാർത്ഥിക്കാം. ഈ വചനം ഉരുവിട്ട് പ്രാർത്ഥിച്ച് നമുക്ക് റിസൾട്ട് കിട്ടുന്നവരെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ദിവസം പല ആവർത്തി ഇത് ഉരുവിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനത്തിൽ പറയുന്ന വലിയ വിടുതലും വലിയ സൗഖ്യവും വലിയ സമാധാനവും നമുക്ക് നേടിയെടുക്കാം. വചനം ആത്മാവാണ്, ജീവനാണ്, വചനം സത്യമാണ്, വചനം ഈശോ തന്നെയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ആരെല്ലാം വിശ്വാസത്തോടെ എളിമയോടെ ഈ വചനം ഹൃദയത്തിൽ സ്വീകരിക്കുന്നു, ഹൃദയത്തിൽ വിശ്വസിച്ച് അതരം കൊണ്ട് ഏറ്റുപറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു, വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കുന്നു, അവിടെ ഈ അന്തരീക്ഷത്തിന്റെ അരൂപികളും അനുസരണക്കേടിന്റെ അരൂപികളും പൂർണ്ണമായിട്ട് ബന്ധിക്കപ്പെടും, ബഹിഷ്കരിക്കപ്പെടും, നിർവീര്യമാക്കപ്പെടും. അതുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് ഈ വചനം നിരന്തരം ഉരുവിട്ട് പ്രാർത്ഥിക്കാം. ഈ വചനത്തിന് മുഴുവൻ അഭിഷേകവും നമുക്ക് സ്വന്തമാക്കാം. അതിനുവേണ്ട എല്ലാ കൃപാവരങ്ങളും പരിശുദ്ധ അമ്മ മാതാവ് തന്നെ ദിവ്യകാരുണ്യ ഈശോയിൽ നമുക്ക് വാങ്ങിത്തരട്ടെ. നിത്യം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ, ആവേ മരിയ.